അള്ളാഹുവിൻ്റെ അടിമകളാണ്. എന്ന് പറഞ്ഞാൽ അബ്ദുള്ളമാരാണ്. അള്ളാഹു എന്താണോ നമ്മളോട് ആഗ്രഹിക്കുന്നത് അത് ജീവിതത്തിൽ കൃത്യമായി കൊണ്ടു നടക്കണം എന്ന് ആഗ്രഹിക്കേണ്ടവരാണ്. അള്ളാഹുവിന് വെറുപ്പുള്ള ഏതെങ്കിലും ഒരു കാര്യത്തോട് നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ആ ഹൃദയം അള്ളാഹു വെറുക്കും. തെറ്റിനോട്, കിബറിനോട്, ബിദ്അത്തിനോട്, റിയാഇനോട്, ഉജ്ബിനോട്, ഇങ്ങനെ ഏത് തരത്തിലുള്ള വേണ്ടാത്തരത്തോടാണെങ്കിലും അതിനോടൊക്കെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഹുബ്ബ് വന്നുപോയാൽ, ആഗ്രഹം വന്നുപോയാൽ നമ്മുടെ ഹൃദയത്തെ അള്ളാഹു വെറുക്കും. അത്തരക്കാരോടാണ് അള്ളാഹു പറയണത്, യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. എനിക്ക് വെറുപ്പുള്ള ഏതെങ്കിലും ഒരു കാര്യം നിന്റെ ഹൃദയത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ, അന്യ പെണ്ണിനോട്, ഹറാമായ വീഡിയോസിനോട്, സമയം കളയലെന്ന ഗെയിമിനോട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിദ്അത്തിനോട്, ബിദ്അത്തുകാരനോട്, ബിദ്അഈ പ്രസ്ഥാനങ്ങളോട്, ഇങ്ങനെ ഏതെങ്കിലും എനിക്ക് വെറുപ്പുള്ള കാര്യം നിന്റെ ഹൃദയത്തിൽ ഇഷ്ടമുണ്ടെങ്കിൽ നീ ഇങ്ങോട്ടേക്ക് വരേണ്ടതില്ല. നിന്റെ പണവും നിന്റെ മക്കളും ഒരു ഉപകാരവും നിനക്കുണ്ടാവുകയില്ല എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആദ്യം റെഡിയാക്കേണ്ടത് നമ്മുടെ ഖൽബിനെയാണ്. അപ്പോഴാണ് അബ്ദുള്ളമാരാവുക, അള്ളാഹുവിൻ്റെ അടിമ എന്ന പോസ്റ്റിലേക്ക് എത്തുക. ഒരു മനുഷ്യന് ഈ ദുനിയാവിൽ നേടിയെടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ബിരുദം, ഏറ്റവും വലിയ മഹത്വം അബ്ദുല്ലാഹ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രധാന കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹി, എൻ്റെ അബ്ദുള്ളയായ നബി തങ്ങൾക്ക് ഞാൻ ഖുർആൻ കൊടുത്തു. സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി, എൻ്റെ അബ്ദായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ രാപ്രയാണം നടത്തി. വൗഹ ഇലാ അബ്ദിഹി മാ ഔഹ, മിഅ്റാജിന് കൊണ്ടുപോയി ഞാൻ പലതും എൻ്റെ അബ്ദായ തങ്ങൾക്ക് കൊടുത്തു. അതുകൊണ്ടല്ലേ മനുഷ്യർ ചൊല്ലുമ്പോൾ അഷ്ഹദു അന്ന മുഹമ്മദൻ കഴിഞ്ഞിട്ട് അബ്ദുഹു പറഞ്ഞിട്ടാണ് വറസൂലുഹു എന്ന് പറയുന്നത്. അതാണ് അബു അലി ദഖാഖ് റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഏറ്റവും വലിയ പോസ്റ്റാണ് അബ്ദുല്ലാഹ്, ഞാൻ അള്ളാൻ്റെ അടിമയാണ്. അങ്ങനെ ആവുന്നത് എപ്പോഴാണ്? എല്ലാം അള്ളാഹുവിന് വിട്ടുകൊടുക്കുമ്പോഴാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും നമ്മുടെ ഖൽബിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോഴേ ഒരാൾക്ക് ഈമാനിൻ്റെ മധുരം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തുൽ ഈമാൻ. 3 കാര്യങ്ങൾ ഒരാളിൽ മേളിച്ചാൽ അയാൾക്ക് ഈമാനിൻ്റെ മധുരം ഉണ്ടാവും. ഈ ഹദീസിനെ ഇബ്നു അബീ ജംറത്ത് റഹിമഹുല്ലാഹ് മുഖ്തസറുൽ ബുഖാരിക്ക് എഴുതിയ വ്യാഖ്യാനത്തിൽ അഥവാ ബഹ്ജത്തുൻ നുഫൂസിൽ എങ്ങനെ വ്യാഖ്യാനിക്കുന്നത്? ഈമാൻ 2 വിധത്തിലും. ഒന്ന്, മധുരമുള്ള ഈമാൻ അനുഭവിക്കുന്നവർ, അവർക്ക് വലിയ ടേസ്റ്റാണ് ഈമാൻ, അവർക്ക് വലിയ ഹലാവത്താണ് മധുരമുള്ള ഈമാൻ. രണ്ടാമത്തത്, അവർ മധുരം അനുഭവിച്ചിട്ടില്ല, അവർക്ക് ഈമാനുണ്ട്, അവർ ഈമാനില്ലാത്തവരാണെന്നൊന്നും പറയാൻ പറ്റൂല, അവർക്ക് മധുരമുള്ള ഈമാൻ അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അവർ മുസ്ലിം തന്നെയാണ്, അവർ മുഅ്മിൻ തന്നെയാണ്, പക്ഷെ അവർക്ക് ടേസ്റ്റ് അനുഭവിക്കാൻ പറ്റിയില്ല. ഒന്നാമത്തെ വിഭാഗം ആരാണ്? അവർ ഈമാനിൻ്റെ മധുരം അനുഭവിച്ചവരാണ്. അവരൊരിക്കലും നരകത്തിൽ പോകൂല. രണ്ടാമത്തെ വിഭാഗം മുഅ്മിനീങ്ങളോ, അവരൊരിക്കലും നരകത്തിൽ ശാശ്വതമാവില്ല, സ്ഥിരാവില്ല. കുറച്ചു കാലം കടന്നിട്ട് എത്രയാണോ അല്ലാഹു കണക്കാക്കിയത് മഗ്ഫിറത്ത് നൽകിയില്ലെങ്കിൽ ആ കണക്കാക്കപ്പെട്ട കാലം നരകം അനുഭവിച്ച് അവർ സ്വർഗത്തിലെത്തും. അവർ നരകത്തിൽ ശാശ്വതമാവില്ല, സ്ഥിരാവില്ല. ഒന്നാമത്തവർ മധുരം അനുഭവിച്ചവർ ഒരിക്കലും അവർ നരകം സ്പർശിക്കൂല. അതിൻ്റെ ഒരു ലീഡറാണ് സയ്യിദുന ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു. അവർ ഈമാനിൻ്റെ മധുരം അനുഭവിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ
ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ഒരുപാട് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഉമയ്യത്ത് എന്ന തൻ്റെ അടിമ, ഉമയ്യത്ത് എന്ന തൻ്റെ ഉടമ, അടിമയായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ചുട്ടുപൊള്ളുന്ന മണലിൽ കിടത്തി ചൂടുള്ള പാറക്കല്ല് വെച്ച് പൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട്, ശരീരം വെന്തു പൊള്ളിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ ശിക്ഷയെ ഏറ്റുവാങ്ങുമ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു പറയണത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ആ വേദനയും അവർ അനുഭവിക്കുന്നത് മധുരമായിട്ടാണ്. അവരാണ് അബ്ദുല്ലാഹ്. അതാണ് ഈമാനിന്റെ മധുരം. ആരെങ്കിലും ട്രോളുമ്പോഴേക്ക് എന്ന പിന്നെ ഹിജാബ് ഒഴിവാക്കാം എന്ന് വിചാരിക്കല്ല, അങ്ങനെ അവർ ചിന്തിക്കൂല. അല്ലാഹു അഹദ്, അല്ലാഹു അഹദ് അവർ ചിന്തിക്കുകയാണ്. അതേ ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു വഫാത്താവാറാവുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഭാര്യ വാ ഹുസ്ന, എൻ്റെ ഭർത്താവ് പോവുകയാണല്ലോ, ആകെ ടെൻഷനാണല്ലോ എന്ന് വിളിച്ചു പറയുമ്പോൾ മഹാൻ പറഞ്ഞത് വാ ത്വറവാ, ഐ ആം വെരി ഹാപ്പി. എന്താ മോളെ നീ പറയണത്? എനിക്ക് ടെൻഷനൊന്നുമില്ല. മരണോ? എന്ത് ടെൻഷൻ? എന്തിനാ ടെൻഷൻ? ഞാൻ മരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും എൻ്റെ ജ്യേഷ്ഠന്മാരായ സ്വഹാബിമാരെയും എൻ്റെ സീനിയേഴ്സായ സ്വഹാബത്തിനെയും അല്ലേ കാണാൻ പോണത്. അപ്പൊ സന്തോഷല്ലേ? കണ്ടോ, അവരാണ് ഈമാനിന്റെ മധുരം അനുഭവിച്ചവർ. സലാസുൻ, ഈ 3 കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ പറയാൻ നേരമൊന്നുമില്ല. 3 കാര്യങ്ങൾ ഒരാളിൽ മേളിച്ചാൽ അവർക്ക് ഈമാനിന്റെ മധുരം ഉണ്ടാകും. അവരാണ് അബ്ദുള്ളമാർ, അവരാണ് അള്ളാഹുവിന്റെ അടിമ. അള്ളാഹുവിന്റെ അടിമയാണ് ഒരാളെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന പേരാണ് അബ്ദുല്ലാഹ്. അയാളുടെ പേര് ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ആയിഷാന്നോ ഫാത്തിമാന്നോ അബ്ദുല്ലാന്ന് തന്നെയോ അല്ലെങ്കിൽ അബ്ദുൽ ഖാദറോ എന്തേലും ആവട്ടോ, വാട്ടവ. പക്ഷെ അവർ ജീവിതത്തിൽ അബ്ദുള്ളമാരാണ്. എന്ന് പറഞ്ഞാൽ അവർ അബ്ദുൽ ഷൈത്വാനല്ല, അബ്ദുൽ ഹവയല്ല, അബ്ദുൽ ദീനാറല്ല, അബ്ദുൽ ജസദല്ല. ശരീരത്തിന്റെ അടിമയല്ല, പിശാചിന്റെ അടിമയല്ല, പണത്തിന്റെ അടിമയല്ല, ഇണയുടെ അടിമയല്ല, അബ്ദുൽ സൗജയല്ല. തൈസ അബ്ദുൽ ദീനാർ, തൈസ അബ്ദുൽ ഹവ, തൈസ അബ്ദുൽ സൗജ. അവരൊക്കെ പരാജയപ്പെട്ടവരാണെന്ന് ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വഴിയെ അതിന്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് വരണം. അപ്പൊ അയാൾ തിരിച്ചറിയും പിശാച് എന്നെ പറ്റിക്കുകയാണ്. അപ്പോൾ പിശാചിനെ ഗൈഡാക്കാൻ പറ്റൂല. ഏറ്റവും കൂടുതൽ പിശാച് പറ്റിക്കാൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? അൽ കദിബ്, കളവാണ്. പിശാച് കളവ് പറഞ്ഞിട്ടാണ് മനുഷ്യരെ പറ്റിക്കുക. നല്ലതിനെ മോശമാക്കിയും മോശം കാര്യത്തെ നല്ലതാക്കിയും തോന്നിപ്പിക്കലാണ് പിശാചിന്റെ ഏറ്റവും വലിയ പ്രധാന പ്രൊഡക്റ്റ്. അതാണ് മെയിൻ പ്രൊഡക്റ്റ്. എല്ലാ സമയത്തും നല്ലത് പറഞ്ഞിരുന്ന ആളെ മോശമാക്കും. ഉമ്മാനെ കണ്ടുകൂടാത്ത മക്കൾ, ഉപദേശിക്കുന്ന ഉസ്താദിനെ കണ്ടുകൂടാത്ത ചെറുപ്പക്കാർ. കാരണം പിശാചാണ് അവരുടെ ഇലാഹ്. അവരുടെ ഇലാഹ് പിശാചാണ്. അവർ ഇലാഹാക്കിയത് പിശാചിനെയാണ്. അവർ പിശാചിന്റെ അടിമകളാണ്. അതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇബ്ലീസ് സത്യം പറയുന്ന ഒരു സമയം വരുന്നുണ്ട്. അതേതാ സമയം? ഇബ്ലീസ് സത്യം പറയുന്ന സമയം പരലോകത്താണ്. എന്താ അന്ന് ഇബ്ലീസ് സത്യം പറയണത്? ഇബ്ലീസ് അന്ന് സത്യം പറയും. മനുഷ്യന്മാരെല്ലാം നരകത്തിലേക്ക് വീഴാറാവുമ്പോൾ പറയും, ഞാൻ നിന്നെ പറ്റിച്ചതാ. നീ എന്തിനാ എൻ്റെ കൂടെ നടന്നത്? എൻ്റെ കൂടെ നീ എന്തിനാ നടന്നത്? സുബഹിന്റെ സമയമില്ല, കുറച്ചും കൂടി ഉറങ്ങിക്കോളി, റീൽസ് ഒന്നും പ്രശ്നമില്ല, പിന്നീട് തൗബ ചെയ്യാം. ഇതൊക്കെ ഞാൻ തോന്നിപ്പിച്ചു എന്നുള്ളത് ശരി തന്നെയാണ്. അത് നിന്നെ പറ്റിച്ചത്. അത് യഥാർത്ഥത്തിൽ ഒരു ചാറ്റല്ല, ഒരു ചീറ്റിംഗ് ആയിരുന്നു എന്ന് അന്ന് പറയും. അന്നെന്താ ഇബ്ലീസ് സത്യം പറയാനുള്ള കാരണം? അന്ന് ഇബ്ലീസ് സത്യം പറയാൻ 2 കാരണങ്ങളാണ്. ഒന്ന്, ഇബ്ലീസ് മനുഷ്യരെ പിഴപ്പിക്കുന്ന കളവ് പറയുക എന്ന ടൂൾ, അതിൻ്റെ ഇന്ധനവും പെട്രോളും ചാർജും കഴിഞ്ഞു. മൂപ്പർക്ക് പിഴപ്പിക്കാനുള്ള ക്വാളിറ്റി കഴിഞ്ഞു. അത് മൂപ്പരുടെ മരണം വരെ മാത്രമേ അതിൻ്റെ ക്വാളിറ്റി ഉള്ളൂ. പരലോകത്ത് പിഴപ്പിക്കുക എന്ന് പറയുന്ന സാധനം ചാർജ് കഴിഞ്ഞതുകൊണ്ട് തന്നെ, ബാറ്ററി ഇല്ലാത്തത് കൊണ്ട് തന്നെ വർക്ക് ചെയ്യൂല. ആ ക്വാളിറ്റി കഴിഞ്ഞു. രണ്ടാമത്തെ കാരണം, ഇനി കളവ് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. കാരണം റിസൾട്ട് വന്നല്ലോ. ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഗീർ. 1000 സ്വർഗത്തിൽ, കോടിക്കണക്കിന് മനുഷ്യന്മാർ നരകത്തിൽ വന്നല്ലോ. ഇനിയിപ്പോൾ എന്തിനാ പറ്റിക്കേണ്ട ആവശ്യം?
അന്ന് പിശാച് സത്യം പറയുമ്പോൾ മുജിരിമീങ്ങളായ തെറ്റുകാരൊക്കെ ടെൻഷൻ അടിക്കുന്ന, അല്ലടാ നീ നമ്മളെ പറ്റിച്ചല്ലേ, എന്താ അന്ന് ടെൻഷനാവും. പിന്നെ നമ്മളെ പിഴപ്പിച്ചവർ ആരാ? ഈ ലോകത്ത് സുഹൃത്തുക്കളാണ്. അവരും നമ്മുടെ എതിരാളികളായി മാറും. സൂറത്തു സുഹ്റുഫിലുണ്ട്, അല്ലഹില്ലാഹു യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദും ഇല്ലൽ മുത്തഖീൻ. സുഹൃത്തുക്കൾ തമ്മിൽ പോരാടും, തമ്മിൽ തല്ലും. നീ എന്തിനാ ഞാൻ പറയുന്നതിനനുസരിച്ച് എൻ്റെ കൂടെ വന്നത്? നീയല്ലേ എനിക്ക് ആ MTMൻ്റെ ഏജൻറ്റിനെ പരിചയപ്പെടുത്തി തന്നത്? അത് നീ എന്തിനാ ഞാൻ പറയുന്നതിനനുസരിച്ച് വെക്കിൽ വന്നത്? നീയല്ലേ എനിക്ക് ആ ലിങ്ക് അയച്ചെന്നത്, യൂട്യൂബിൻ്റെ അല്ലെങ്കിൽ മറ്റ് ഹറാമിൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ? നീയല്ലേ ആ പെണ്ണിനെ എനിക്ക് ലവ് അഫെയർ ആക്കി സെറ്റാക്കി തന്നത്? അത് നീ എന്തിനാ കൂട്ടുന്നത്? എന്തിനാ കൂട്ടുന്നത്? എല്ലാം കൂടി ഇങ്ങോട്ട് എന്നോടോ? അടി, കുഴപ്പം, കലാപം, പ്രശ്നം. അന്ന് ഉത്തമ സുഹൃത്തുക്കൾ മോർട്ടൽ എനിമീസായി തീരും, ശത്രുക്കളായി തീരും. കൂടെ നിന്ന കൂട്ടുകാർ ചതിക്കും, മുന്നിൽ നിന്ന് ഇബ്ലീസ് പറ്റിക്കും. അന്ന് നമ്മൾ പരാജയം മുന്നിൽ കാണുക. കണ്ടോ കണ്ടോ ഈ പരാജയം എവിടുന്ന് തന്നെ കണ്ടു തുടങ്ങുന്നറിയോ? ഒരാളുടെ ലാസ്റ്റ് ശ്വാസം വലിക്കുന്ന ഘട്ടത്തിൽ, അഥവാ മരണത്തിൻ്റെ തൊട്ട് മുമ്പത്തെ നിമിഷത്തിൽ തന്നെ അയാൾ പരാജയം മുന്നിൽ കണ്ടു തുടങ്ങും. അതുകൊണ്ട് മുങ്ങി മരിക്കാനിരിക്കുന്ന ജസ്റ്റ് സെക്കൻഡുകൾക്ക് മുമ്പ് ഫിറഔൻ ഞാനിതാ മൂമിനാവുന്നു എന്ന് വിളിച്ചു പറഞ്ഞിട്ടും ഒരു ഉപകാരമില്ലാതിരുന്നത്. കാരണം പരാജയം ഷുവറായപ്പോൾ പിന്നെ മൂപ്പര് വേറെന്തൊക്കെയോ പരിപാടിക്ക് ശ്രമിച്ചു നോക്കിയതാണ്. ഇല്ല, കാരണം ടൈം ഈസ് ഓവർ. സമയം കഴിഞ്ഞിരിക്കുന്നു, സമയം കഴിഞ്ഞിരിക്കുന്നു. ഓരോ മനുഷ്യരും മരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് മനസ്സിലാവും, ഞാൻ പരാജിതനാണോ വിജയിച്ച ആളാണോ. ഒരൊറ്റ വകുപ്പേ ഉള്ളൂ, നമ്മൾ അബ്ദുള്ളമാരാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്. ഞാൻ ഈ വിഷയം തന്നെ മുന്നേ വേറൊരു വിഷയത്തിന് വേണ്ടി ഈ വിഷയം ആമുഖമായിട്ട് പറഞ്ഞപ്പോൾ, പ്രഭാഷണം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഡ്രൈവറായിട്ട് വന്ന ഒരു എഞ്ചിനീയറായ പയ്യൻ എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. ആ ചോദ്യം മൂപ്പര് ചോദിച്ചപ്പോഴേ ഞാനും അത് ചിന്തിച്ചത്. ഈ പരാജയപ്പെടുത്തുന്ന ആൾക്കാരാരെല്ലാമാണ്, പരാജയപ്പെടുന്നത് എങ്ങനെയാണ്, ഇതെല്ലാം അന്ന് ഖുർആനിൽ നേരത്തെ തന്നെ പിന്നീട് സംഭവിക്കുന്നത് പറഞ്ഞെന്നല്ല ഉസ്താദേ ഞാൻ പറഞ്ഞത്. എന്നിട്ടും നമ്മൾ പരാജയപ്പെട്ട നമ്മളെ പ്രശ്നം തന്നെയല്ലേ? യെസ്, കറക്റ്റ്. ആ കുട്ടി നിരീക്ഷിച്ചത് കറക്റ്റാണ്. എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. പോരായിട്ട് ഇസ്രാഇന്റെ മിഅ്റാജിന്റെ രാത്രി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗവും നരകമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അതിൻ്റെ വിശേഷണവും തങ്ങൾ ഇവിടെ വന്നിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ തോൽക്കുകയാണെങ്കിൽ നമ്മുടെ തന്നെയാണ് പ്രശ്നം, വേറെ ആരുടെയല്ല.